ശരിക്കും പറഞ്ഞാൽ കല്യാണം വേണോ? ദാമ്പത്യം, കുട്ടികൾ, പിൻഗാമികൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമ്പ്രദായം നമുക്ക് വേണോ? അത് വേണോ വേണ്ടയോ എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിരിക്കും. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിരിക്കും. ഇപ്പൊ എനിക്ക് വേണോന്നോ വേണ്ടോന്നോ തീരുമാനിക്കേണ്ടത് എന്റെ അച്ഛനും അമ്മയോ അല്ല. അത് ഞാനാണ്. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരോ, നാട്ടുകാരോ, എന്റെ ബന്ധുക്കാരോ അല്ല. അത് ഞാനാണ്. അതില് എനിക്ക് ഇപ്പൊ ഞാൻ വേണ്ടാന്ന് തീരുമാനം എടുക്കുന്നതിന് അതിന് വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടാവും. ഇപ്പൊ ഈ സിനിമയിൽ പറയുന്ന പോലെ അതിനകത്ത് നായകൻ കല്യാണം വേണ്ടാന്ന് തീരുമാനിക്കുന്നതിന്റെ കാരണത്തിൽ അയാൾക്ക് കിട്ടിയ ചൈൽഡ്ഹുഡ് ട്രോമ കുറെ കിടപ്പുണ്ട്. അതുകൊണ്ട് അയാൾ എടുക്കുന്ന തീരുമാനമായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഓരോ തീരുമാനങ്ങളുണ്ടാവും. അപ്പൊ ഈ നമ്മുടെ ഇപ്പൊ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രേമിച്ച് കെട്ടുന്നതാണെങ്കിലും എന്താണെങ്കിലും വീട്ടുകാർ പോയി പറയാ നീ പെണ്ണ് കെട്ടണം, പെണ്ണ് കെട്ടിയേ പറ്റൂ, എന്നിട്ട് കുട്ടികളുണ്ടാക്കണം, കുട്ടികളുണ്ടാക്കി എൻ്റെ കയ്യിൽ താ, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ഇതാവൊന്നും വേണ്ട, നീ വലുതാകുമ്പോൾ നിന്റെ വയസ്സാകുമ്പോൾ നിനക്കൊരു കൂട്ട് വേണ്ടേ, നിനക്ക് ആൾക്കാർ ആരും ഇല്ലാതായി പോകത്തില്ലേ. എടീ, അതിനാണോ കുട്ടികളുണ്ടാക്കുന്നത്? കുട്ടികളുണ്ടാക്കുന്നത് എന്തിനാ? ആക്ച്വലി എന്തിനാ കുട്ടികളുണ്ടാക്കുന്നത്? എന്തിനാണ് കുട്ടികളെ ഉണ്ടാക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതും ഞാൻ നേരത്തെ പറഞ്ഞോളം ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തായിരിക്കാം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം. എനിക്ക് കുട്ടികൾ വേണ്ടാന്ന് ഇപ്പൊ വേണ്ടാന്ന് എനിക്ക് ടോട്ടലി വേണ്ടാന്നല്ല. എനിക്കിപ്പോ വേണ്ടാന്ന് തീരുമാനിക്കുന്നത് അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ആ കുട്ടിയെ വളർന്നു വരാനുള്ളൊരു ഒരു സൊസൈറ്റിയും ആ ഒരു അതായത് ഒരു എൻവയോൺമെന്റ് ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ചിന്താഗതി. പക്ഷേ എന്റെ കൂട്ടുകാരൻ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അവർക്ക് അതേപോലെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവാം. അവന് അതേപോലുള്ള ആൾക്കാർ ചുറ്റുപാടുണ്ടാവാം. അവന് പണ്ട് മുതലേ കുട്ടികൾ വേണമെന്നുള്ള ചിന്താഗതിക്കാരനാവാം. അവന് ചൈൽഡ്ഹുഡ് ട്രോമയോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ലോട്ട്സ് ഓഫ് റീസൺസ് ഉണ്ടാവാം. എല്ലാം ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിരിക്കും. ഓരോ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച്. ഇപ്പൊ ഈ ഞാനെന്ന വ്യക്തിയായിരിക്കില്ല മറ്റൊരാൾ. അതുപോലെ തന്നെ നമ്മള് കുട്ടികളുണ്ടായിട്ട് ആ കുട്ടിയോട് പറയാൻ പറ്റുമോ? നമുക്ക് ഇപ്പൊ നീ പോയി കല്യാണം കഴിക്കണം, നീ പോയി കുട്ടികളുണ്ടാവണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. നമുക്കാരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് ഓരോ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിരിക്കും. എല്ലാ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചായിരിക്കുന്നെ. അപ്പൊ ഈ സിനിമ പറയുന്ന ആ ഒരു പൊളിറ്റിക്സ് ആണ്. ആ ഒരു സംഭവമാണ്. അതിലെ എന്താ പറയാ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് കല്യാണം, കുടുംബം, കുട്ടികളെന്ന് പറയുന്ന കൺസെപ്റ്റിനെ എങ്ങനെ ഈ സിനിമയിലെ നായകൻ നോക്കിക്കാണുന്നു, ഇതിനകത്ത് ബാക്കിയുള്ളവരെല്ലാം നോക്കിക്കാണുന്നു, അങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നൊരു സാധനമാണ്. നമുക്കതില് എന്താ പറയാ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് അമ്മ പാസം, അപ്പാ പാസം, മറ്റേ തങ്കച്ചി പാസം, മറ്റേ പാസം, മറിച്ച പാസം ഒന്നും പറഞ്ഞ് മെഴുകുന്നില്ല. പക്ഷേ ഈ പടം മുഴുവൻ അതാണ്. അതാണ്. മെയിൻ അതാണ്. പക്ഷെ ഇതിനകത്ത് മെഴുകുന്നില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത 2 ക്രിഞ്ച് പരിപാടികൾ ഈ പടത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് 1 ഇതിനകത്ത് നായകൻ റിച്ചാണ്. സൂപ്പർ റിച്ചാണ്. ഇതൊരു റിച്ച് മൂവിയാണ്. ഭയങ്കര റിച്ച്. വിശ്വനാഥൻ സൺസ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിഞ്ചായിട്ട് തോന്നിയ കാര്യം, നായകൻ കുറെ ആൾക്കാരെ ഒരു ഒരു ഞാൻ സ്റ്റോറിയൊന്നും പറയുന്നില്ല. ഒരു സിറ്റുവേഷനിൽ നായകൻ കുറെ ആൾക്കാരെ ഒരു ഹോട്ടൽ ഉടമയെ ഇടിച്ച് തകർക്കുന്നു. എന്നിട്ട് ഹോട്ടലിൽ ഇയാളങ്ങ് വേടിക്കുന്നു. അയാള് ഒരു എന്താ പറയാ? ഒരു ബാറ്റ്മാൻ മോഡ്. ബാറ്റ്മാൻ അല്ലല്ലോ. ഒരു 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 ബ്രൂസ് വെയിൻ മോഡലോട്ടങ്ങ് മാറുന്നു. വില്ലന്റെ സ്ഥാപനം എഴുതി വേടിക്കുന്ന ആള്. അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലീഷേ പരിപാടി ഇവിടെയും കാണിച്ചിട്ടുണ്ട്. അത് വേണ്ടായിരുന്നുന്ന് എനിക്ക് തോന്നി. ആ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഫൈറ്റേ വേണ്ടായിരുന്നുന്ന് അങ്ങനെ ഒരു ഫൈറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നുന്ന് എനിക്ക് തോന്നുന്നില്ല ആ സിനിമയില്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഇതേപോലെ തന്നെ ഒരു പാരന്റ്സിനെ ഒരു പുള്ളിക്കാരി ഈ സിനിമയിൽ ഞാൻ കഥയൊന്നും പറയുന്നില്ല. അത് ആരാണെന്ന് എന്താണെന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ടു നോക്കുക. നല്ല പടമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓണത്തിന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഫാമിലിയായിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ ബെസ്റ്റ് മൂവിയാണ്. എല്ലാരും പോയി കാണണം. അപ്പോ ഈ രണ്ടാമത്തെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ക്രിഞ്ച് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതായത് ഒരു പുള്ളിക്കാരി പാരന്റ്സിന്റെ അടുത്തുനിന്ന് വിട്ടുപിരിഞ്ഞ് നിൽക്കുകയാണ്. അവരുമായിട്ട് വഴക്കായിട്ട് മാറി നിൽക്കുകയാണ്. എന്നിരുന്നാലും മകൾ ആ പുള്ളിക്കാരിയുടെ കരുതൽ കാരണം അച്ഛന് അതായത് 25,000 രൂപയ്ക്ക് ശമ്പളത്തിൽ പിരിഞ്ഞ ആളിന് 50,000 പെൻഷൻ കിട്ടുന്ന പോലെ എല്ലാ മാസവും അതായത് 25,000 കിട്ടുന്ന ആൾക്ക് പകുതിക്ക് താഴെ പെൻഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ആ പെൻഷനേക്കാളും ഡബിള് അതായത് കിട്ടിയിരുന്ന ശമ്പളത്തിനേക്കാളും ഡബിള് പെൻഷൻ അവിടെ വരികയാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന് പെൻഷൻ 50,000 കിട്ടുമ്പോൾ ഇയാൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ? ഒന്നാമത്തെ ചോദ്യം. പിന്നെ അവിടെ വരുന്ന പച്ചക്കറിക്കാരും അവിടെ വരുന്ന എല്ലാവരും ഒക്കെ 4 രൂപയ്ക്ക് ഉള്ളി, 4 രൂപയ്ക്ക് തക്കാളി, 2 രൂപയ്ക്ക് സവോള എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുകയാണ്. ഇവരെന്താ പുറം ലോകത്ത് ഇറങ്ങാറില്ല ഈ അച്ഛനും അമ്മയും? ഇതിനകത്ത് പിന്നെ അടുത്ത ഡോക്ടറെ വിളിക്കുമ്പോൾ ഡോക്ടർ ഉടനെ സെക്കൻഡ്സിനുള്ളിൽ പാഞ്ഞു വരുന്നു. അടുത്ത ആംബുലൻസ് അല്ല സോറി കാറ് കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാറ് വരുന്നു. എല്ലാം മകൾ അവിടെ ഇവർക്ക് വേണ്ടിയിട്ട് പുറത്ത് പോവാതെ തന്നെ എല്ലാം ചെയ്യാനായിട്ട് മകള് തന്നെ എല്ലാം ചെയ്ത് ഒരുക്കുന്ന ഒരു സെറ്റപ്പായിട്ടാണ് അത് കാണിക്കുന്നത്. പക്ഷേ ആ നായകൻ ഈ അച്ഛനും അമ്മയുടെ അടുത്ത് ഇക്കാര്യം നിങ്ങൾക്ക് മകള് ഇത്രയും കരുതുന്നുണ്ട്, നിങ്ങളെ മകളെ നോക്കാതിരുന്നിട്ടും മകള് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കരുതുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ റിയലൈസ് ചെയ്യണം, അയ്യോ എന്റെ മകൾക്ക് കരുതലുണ്ടാവുന്നു. റിയൽ ലൈഫിൽ അങ്ങനെയാണോ ഉണ്ടാവുക? എനിക്ക് തോന്നുന്നില്ല. ഞാനൊക്കെ ആണെങ്കിൽ അന്നേരം അയ്യോ ഞാൻ ഇത്ര നാൾ എവിടായിരുന്നു? ഞാനിങ്ങനെ ഒരു ജയിലിലാണോ? ഇവരെന്നെ എന്താ ചെയ്തത്? അയ്യോ ഞാനൊരു മാനിപ്പുലേറ്റീവ് ഒരു വേൾഡിലായിരുന്നു ഇത്ര നാൾ ജീവിച്ചോണ്ടിരുന്നത് എന്നുള്ള തോന്നലായി പോവും.
പക്ഷെ അതിന് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അതെനിക്കൊരു ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു. അവിടെ നായകൻ അത് റിവീൽ ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്കത് വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി. അതൊരു ക്രിഞ്ച് പരിപാടിയായിട്ട് എനിക്ക് തോന്നിപ്പോയി. പിന്നെ വെങ്കി അട്ലൂരിയുടെ നല്ലൊരു മൂവി തന്നെയാണ് ഈ വിശ്വനാഥൻ സൺസ്. എന്താ പറയാ, സൂര്യയുടെ അഭിനയം കൊള്ളാം. നല്ല നല്ല അഭിനയം തന്നെയാണ്. അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. അതിനകത്ത് നല്ല അഭിനയം തന്നെ. ഈ 2 ഫൈറ്റ് സീനിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. നല്ല ഒരു അവിടെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഏത് ഫീൽ ഗുഡ് മൂവി എടുത്താലും അതിനകത്തൊരു ഫൈറ്റ് ആവശ്യമാന്നുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ആവശ്യമില്ല. ഈ ഫൈറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ പടം അടിപൊളിയായിരുന്നേനെ, സത്യം പറയാലോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് പറഞ്ഞ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മമിത. മമിതയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ചിലയിടത്തൊക്കെ ക്രിഞ്ചാവോന്ന് ഇങ്ങനെ ഒരു പോയിന്റ് വന്നിട്ട് പിന്നെ ക്രിഞ്ചല്ലാതെ അഭിനയിച്ചങ്ങ് പോകുന്നുണ്ട്. ഒരു ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു പുള്ളിക്കാരിയുടെ ക്യാരക്ടർ. എനിക്ക് ആ ഒരു ക്യാരക്ടർ ഇട്ട കുറേ സാധനങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ചിലയിടത്തൊക്കെ ക്രിഞ്ചായിട്ടും ഫീൽ ചെയ്തു. ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഓവറോൾ കൊള്ളാം. നല്ലൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്തത്. അതിന് ആ ഒരു ഇത് വേണം. പിന്നെ എനിക്ക് പുള്ളിക്കാരിയെ പറ്റി പറയുമ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് പുള്ളിക്കാരിയുടെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്തു. കാര്യമെന്ന് പറയാനായിട്ട് പുള്ളിക്കാരി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടപ്പോഴേ ഞാൻ ആ തിയേറ്ററിൽ എന്ത് ഫ്രീ ആയിട്ടാണ് പുള്ളിക്കാരി നടക്കുന്നത്. ഞാൻ വേറൊരു ഇതിലല്ല കേട്ടോ പറയുന്നത്. പുള്ളിക്കാരിയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ഞാൻ ഇതായിട്ട് പറയുമല്ല. കാര്യം എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിപ്പോൾ ഇടുന്നതാട്ടെ അങ്ങനത്തെ ഡ്രസ്സാണ്. കുറച്ച് ഷോർട്സ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാനിടുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. കണ്ട കാണാ കണ്ട ഞാനിപ്പോൾ ഷോർട്സ്, എനിക്ക് ആകെ ഒരു ഷോർട്സേ ഉള്ളൂ. എനിക്ക് വേറെ ഷോർട്സ് ഒന്നും ഇല്ല. പുള്ളിക്കാരുടെ ഈ അതിനകത്ത് ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ വന്നിട്ട് ഉടനെ എൻ്റെ ഷോർട്സ് ഒക്കെ എടുത്തിട്ട് എനിക്ക് അത്ര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട്, മനസ്സിലായോ? അപ്പൊ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ആ ഒരു സാധനം. അല്ലാതെ ഞാൻ നെഗറ്റീവായിട്ടോ കളിയാക്കുന്നതായിട്ടൊന്നും വിചാരിക്കില്ല ആരും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു മൂവിയാണ്. എല്ലാവരും പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഉണ്ടെങ്കിലേ എനിക്ക് വളരാൻ പറ്റൂ. എനിക്ക് ചാനൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു സബ്സ്ക്രൈബ് അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അൺസബ്സ്ക്രൈബ് ചെയ്തോ കൊള്ളത്തില്ലെങ്കിൽ. കൊള്ളാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൊള്ളത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ഒരു 54 ഒരു 55 വരെ എങ്ങാണ്ടുണ്ട്. അതിനകത്ത് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തൊരു അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്യൂച്ചറിൽ ഇനി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക. പിന്നെ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, അവരവരുടെ ഇഷ്ടം. അപ്പോൾ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ മകുടം, നമ്മുടെ വിശാലിൻ്റെ മകുടം, അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് മുമ്പിൽ തെറ്റിയിരിക്കുകയാണെന്ന് തോന്നി. ഒന്ന് പോയി കാണട്ടെ. ശോകപ്പടമാണെന്നാണ് എൻ്റെ ഇപ്പോഴുള്ളൊരു മുൻവിധി. പക്ഷെ മുൻവിധിയിട്ടൊന്നും ചെയ്യരുത്, കാണരുതെന്നാണ്. പക്ഷെ ഒരു 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 പ്രതീക്ഷയുണ്ട്. പോയി കണ്ടു നോക്കാം വിശാലിൻ്റെ പടം. അപ്പോൾ കണ്ടു നോക്കിയിട്ട് അതിനെപ്പറ്റി പറയാം. അപ്പോൾ ബൈ. ടാറ്റാ.